ഓക്കെ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഏതാ ഫോർത്ത് ക്വസ്റ്റ്യനിൽ അല്ല തേർഡ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഫോഴ്സ് പി ആക്ടിങ് അറ്റ് സി ഇൻ ദ ബാർ ഷോൺ ഫൈൻഡ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പി കണ്ടുപിടിക്കാനാണ്. ഓക്കെ. അപ്പൊ പി എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു വേ ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് എക്സ് ആക്സിസ് എടുത്താൽ എന്തുണ്ടാവും? 60 മൈനസ് 30 പ്ലസ് പി പ്ലസ് 80 ഈസ് ഇക്വൽ ടു 0. അപ്പൊ നമുക്ക് പി 50 കിട്ടി. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാം. ഇനി ഒരു വ്യത്യാസമുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ the composite bars made of steel in portion AC and copper in portion CD. The two materials are rigidly joined at C. Find the extension of the bar under the loading shown. അപ്പൊ ഇതിൽ നോക്കൂ, ഈ സൈഡിൽ എത്രയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ പി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ടോട്ടൽ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വേറെ നിവൃത്തിയില്ല, നമുക്ക് ഇവിടെ ഫോഴ്സ് തരാത്തോണ്ട് വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി സൈഡ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഈ എൻഡ് വരച്ചു. ഈ എൻഡ് വരയ്ക്കുമ്പോൾ ഇവിടെ 25 ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇവിടെ 25 ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 25 ആകണം. ഇപ്പൊ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഓക്കെ. അപ്പൊ വിൽ ഹാവ് ടു അസ്യൂം, വേറെ നിവൃത്തിയില്ല, നെറ്റ് അവിടെ ഇത്ര 25 ആവണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നെറ്റ് 25 ആണെന്ന് ഇവിടെ പറഞ്ഞു. ഓക്കെ. സോ ഇനി അടുത്ത ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഓക്കെ. ഇനി ഇതുവരെ നമ്മൾ നോക്കിയിരുന്നത് സമ്മേഷൻ ആണ്, ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ നെറ്റ് ഫോഴ്സ് ആണ് കേട്ടോ. നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ലെഫ്റ്റിലേക്ക് 25 വന്ന, ടെൻഷനായി 25 വന്ന ഇവിടുന്നും അടുത്ത ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ 25 വരണം. എന്നാൽ മാത്രമാണ് ഈ ബോഡിയും കൂടി ഒരുമിച്ച് വെച്ച്, ദാറ്റ് ഇസ് റീജോയിൻ ചെയ്യുമ്പോൾ ഈ ഫോഴ്സസ് ക്യാൻസൽ ആയി ഈ ജോയിന്റ് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഇക്വിലിബ്രിയത്തിലാവുന്ന പറഞ്ഞ എന്താ? നെറ്റ് ഫോഴ്സ് ഇവിടെ 0 ആണ് അല്ലെ? ഇപ്പൊ നമുക്ക് ശരിക്കുള്ള അകത്തെ ഫോഴ്സസ് സബ്ഡിവിഷൻസ് അറിയാത്തതുകൊണ്ട് നെറ്റ് ഇവിടെ 25 ആണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഓക്കെ. സോ നെറ്റ് ഞാൻ 25 ആണെങ്കിൽ ഇവിടെ നെറ്റ് 25 ആണ്, അത് ഞാൻ ഉറപ്പിച്ചു. ഇനി ഇവിടെ നെറ്റ് 25 ആണെങ്കിൽ ഇവിടെ നെറ്റ് 25 ആവണം. അതേ എനിക്ക് പറയാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഇവിടെ 30 തന്നിട്ടുണ്ടെങ്കിലും ഈ 30 ശരിക്കും ഈ 30യുടെ ഒപ്പം -5 ചേർത്തിട്ടാണ് 25 വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഹയർ വാല്യൂ മൈനസ് ചെയ്തിട്ട് 25 വന്നിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ 25 കിലോമീറ്റർ നെറ്റ്, ഇത് നെറ്റാണ് 25 കിലോമീറ്റർ. ഓക്കെ. ഇനി ഇവിടെ വന്നുമ്പോ എന്താ, എനിക്ക് ഇവിടെ നെറ്റ്, ദാറ്റ് ഇസ് ഇങ്ങോട്ട് 25 ഉണ്ടെന്ന് അറിയാം, ഇവിടേക്ക് 25 ഉണ്ടെന്ന് അറിയാം. അതുപോലെ പക്ഷെ ഇവിടെ ഒരു 30 അങ്ങോട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഈ 25 എന്തായാലും നെറ്റ് ഇവിടെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. പ്ലസ് ഈ ഒരു 30 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നെറ്റ് എന്തുണ്ടാവും? 30 + 25 55. ഓക്കെ. ദാറ്റ് ഇസ് 30 is given to in the question. ഇത് നെറ്റ് ആയിട്ടുള്ള 25 ആണ് ഇവിടെ. അതായത് ഇങ്ങോട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ 25 എന്തായാലും ഉണ്ടാവണം. അപ്പൊ ഇവിടെ നെറ്റ് ശരിക്കും എന്താ? നെറ്റ് ഇവിടെ 55 ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ 55 ആണെങ്കിൽ ഇവിടെയും 55. അപ്പൊ അതിനനുസരിച്ച് P1, P2, P3 ഒക്കെ എഴുതാം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് വരുള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ ഡൗട്ട് വന്നാൽ എന്നെ വിളിക്കാം. ഓക്കെ. അപ്പൊ അതേപോലെ ബാക്കി പ്രോബ്ലംസും അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, സിമിലർ ആണ്. ഇനി അടുത്തത് കോമ്പൗണ്ട് ബാർസ്. കോമ്പൗണ്ട് ബാർസ് പറയുന്നത് രണ്ട് മെറ്റീരിയൽസ് ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആൻഡ് സബ്ജക്ട് ടു ആക്സിൽ ഫോഴ്സ്, കോമ്പൗണ്ട് ബാർസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫോഴ്സ് രണ്ടിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫോഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഫോഴ്സ് പി ഉണ്ടാവുക. സോ പി ഈസ് ഇക്വൽ ടു P1 + P2. ഇവിടെ നമുക്കൊരു കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ ആവശ്യം വരുന്നുണ്ട്. കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ എക്സ്റ്റൻഷൻ പി കൊടുക്കുമ്പോൾ ഫോഴ്സ് പി കൊടുക്കുമ്പോൾ ഇതിന്റെ എക്സ്റ്റൻഷൻ സെയിം ആയിരിക്കും. Δ1 is equal to Δ2. പിന്നെ സെയിം ആണ് Δ1 എന്ന് വെച്ചാൽ P1 L1/A, P2 L2/A. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്ത്
അതിന് ഒന്നല്ലെങ്കിൽ പിയോ ഇയോ എയോ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുള്ളത് പി തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡയമീറ്റർ അലുമിനിയം ട്യൂബാണ്. എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇന്റർണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫിറ്റഡ് ഓൺ ടു എ സ്റ്റീൽ റോഡാണ്. ഓക്കെ, അപ്പൊ രണ്ടിന്റെ ഏരിയ നമുക്ക് അറിയാൻ പറ്റും. അതൊരു കോമ്പോസിറ്റ് ബാർ ആണ്. ആക്സിൽ കംപ്രഷൻ പി ഉണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ട്രെസ് ഇൻ അലുമിനിയം, സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, അപ്പൊ സ്ട്രെസ് ഇൻ അലുമിനിയം, സ്ട്രെസ് ഇൻ സ്റ്റീൽ കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെസ് ഇൻ സ്റ്റീൽ തന്നിട്ടുണ്ട് 70. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. അപ്പൊ ഈ സ്ട്രെസ് ഇൻ സ്റ്റീൽ തന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അതാണ് നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിഗർ. കണ്ടോ, അലുമിനിയത്തിനകത്ത് സ്റ്റീലാണ്. അപ്പൊ ആക്സിൽ ലോഡ് പി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാണ്ട്. സ്ട്രെസ് ഇൻ സ്റ്റീൽ തന്നിട്ടുണ്ട്. സ്ട്രെസ് ഇൻ സ്റ്റീൽ തന്നിട്ടുണ്ട് 70. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് അലുമിനിയം തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു കണ്ടീഷൻ ആണ്. എന്താ ഞാൻ പറഞ്ഞു, ടോട്ടൽ ലോഡ് വിൽ ബി P1 + P2. ഇവിടെ പി സ്റ്റീലും പി അലുമിനിയം രണ്ടും കൂടി ആഡ് ചെയ്യുക. കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, പക്ഷെ ഇതിലിപ്പോ എല്ലാം അൺനോണായി ശരിയാവില്ലല്ലോ. അതിനാണ് സ്ട്രെസ് ഇൻ സ്റ്റീൽ തന്നിട്ടുള്ളത്. സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ P/A. ഓക്കെ, സ്റ്റീൽ P/A. അപ്പൊ P/A 70 ആണ്. പിന്നെ ലെങ്ത് സെയിം ആണ്. ഓക്കെ, എന്താ വെച്ചാൽ കോമ്പൗണ്ട് ബാർ അല്ലേ, ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോ ഇതിൽ ആകെ അൺനോൺ എന്താ? PA. നമുക്ക് PA കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സ്ട്രെസ് ഇൻ അലുമിനിയം കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെസ് ഇൻ അലുമിനിയം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻ സ്റ്റീലും സ്ട്രെസ് ഇൻ അലുമിനിയം കണ്ടുപിടിക്കാൻ എന്താ പാട്? സ്ട്രെസ് ഈക്വൽ ടു P/A. ഓക്കെ, അങ്ങനെ വെച്ച് യു കൻ ഫൈൻഡ് ഔട്ട് PS PA ആൻഡ് യു കൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ലോഡ് ഇൻ സ്റ്റീൽ. ടോട്ടൽ ലോഡ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസ് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ കണ്ടോ, RCC ആണ് തന്നിട്ടുള്ളത്. RCCയിൽ സ്റ്റീല് എത്ര 12 ബാറാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതെന്തിനാ അങ്ങനെ തന്നിട്ടുള്ളത്? അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടാനാണ്. ഇപ്പൊ 8 ബാർസ് 12 mm ഡയമീറ്റർ കണ്ടോ. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടും ഇങ്ങനെ. പിന്നെ ഏരിയ ഓഫ് കോൺക്രീറ്റ് ആകുമ്പോൾ എന്താ? ഏരിയ ഓഫ് കോൺക്രീറ്റ് 230/400 മൈനസ് ഈ ഏരിയ ഓഫ് സ്റ്റീലും കൂടി ചെയ്താൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് കിട്ടി. പിന്നെ എല്ലാം പഴയ പോലെ. ഓക്കെ, സോ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അടുത്ത ടോപ്പിക് നമ്മൾ പഠിച്ചതാണ് ടെമ്പറേച്ചർ എഫക്ട്സ് ഇൻ ബാസ്. ഓക്കെ, ടെമ്പറേച്ചർ എഫക്ട് ഇൻ ബാസ് നോക്കി. ഓക്കെ, അതെങ്ങനെയാ വെച്ചാ ടെമ്പറേച്ചർ എഫക്ട് ഇൻ ബാസ് എന്താ? എങ്ങനെ പോയാലും എൻവയറമെന്റൽ കണ്ടീഷൻസിൽ ചൂടാകുമ്പോൾ അത് ഏത് ബാറും ഒന്ന് പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്യും, തണുപ്പാകുമ്പോൾ ഒന്ന് ഷ്രിങ്ക് ചെയ്യും. എന്തായാലും ടെമ്പറേച്ചർ എഫക്ട് ഉണ്ടാവും. നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഉണ്ടാവും. ഫ്രീ എക്സ്പാൻഷൻ എങ്ങനെയാ? ഡെൽറ്റ ഇക്വൽ ടു L ആൽഫ ടി. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോഴല്ല, ചിലപ്പോൾ മിക്ക കേസിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും, സപ്പോർട്ട്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന് സിഗ്മ ഇക്വൽ ടു അതിന്റെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ സ്ട്രെസ് ആണ് ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇക്വൽ ടു E ഇൻറ്റു ആൽഫ ഇൻറ്റു ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ചെറിയ ഗ്യാപ്പ്, ചിലപ്പോഴല്ല മിക്കതും എക്സ്പാൻഷൻ ഗ്യാപ്സ് കൊടുക്കും അതിന് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പൊ അതിനെന്താ? ഡെൽറ്റ ഇക്വൽ ടു L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ. L ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഓക്കെ, ഈ 3 ഫോർമുലാസ് വെച്ചിട്ടാണ് ഇനി നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിൽ കണ്ടോ, ലെങ്ത് തന്നിട്ടുണ്ട്, ഡെൽറ്റ തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, എപ്പോഴും ആദ്യം ഫ്രീ എക്സ്പാൻഷൻ കാണാം. ഡെൽറ്റ ഇക്വൽ ടു L ആൽഫ ടി. അത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, ഇഫ് നോ എക്സ്പാൻഷൻ ജോയിന്റ് ഇസ് പ്രൊവൈഡഡ്, ഡെൽറ്റ ഇക്വൽ ടു L ആൽഫ ടി. അത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഡെൽറ്റ ഇക്വൽ ടു L ആൽഫ ടി കിട്ടി. അപ്പൊ നമുക്ക് അവിടുന്ന് P/A സ്ട്രെസ് കിട്ടും, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഫോർമുല? ഡെൽറ്റ ഇക്വൽ ടു L ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഇത് ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മക്കളൊന്ന് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അടുത്തത് കോമ്പൗണ്ട് ബാസ്, ദാറ്റ് ഇസ് 2 ബാർ ഉണ്ടെങ്കിൽ. കോമ്പൗണ്ട് ബാസ് ആകുമ്പോൾ